അനന്തപുരയിൽ പ്രചാരണത്തിലേറെ മുന്നിലെത്തി കേന്ദ്രമന്ത്രിയും NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ. ആദ്യ ലാപ്പ് അവസാനിക്കാറാകുമ്പോൾ ഇടത് വലത് മുന്നണികളെക്കാൾ ഏറെ മുന്നിലാണ് NDA സ്ഥാനാർത്ഥി. ജനമനസ്സുകൾ കീഴടക്കിയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പര്യടനം. ചൂടിനാശ്വാസമായി വേനൽ മഴ എത്തിയെങ്കിലും തെരഞ്ഞെടുപ്പ് ചൂട് കൂടുകയാണ്. കൊണ്ടും കൊടുത്തുമുള്ള പ്രചരണത്തിൽ ഇടത് വലതു മുന്നണികളിൽ ഏറെ മുന്നിലെത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. ചെല്ലുന്നിടങ്ങളിലെല്ലാം സാധാരണ ജനങ്ങളുടെ സ്നേഹവായ്പ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും വിശേഷങ്ങൾ ചോദിക്കാനും പ്രായഭേദമന്യേ തിരക്ക്. കടകൾ കയറിയുള്ള പ്രചാരണവും കുശലം പറയലും കേന്ദ്രമന്ത്രിയെ സാധാരണക്കാരിലേക്ക് അടുപ്പിക്കുകയാണ്. തലസ്ഥാനം നൽകുന്ന സ്വീകരണവും ആവേശവും സ്ഥാനാർത്ഥിക്കും ആത്മവിശ്വാസം കൂട്ടുന്നു. അതിനാൽ തന്നെ തലസ്ഥാനത്ത് ഇക്കുറി മാറ്റമുണ്ടാകുമെന്ന ഉറപ്പും കേന്ദ്രമന്ത്രി തന്നെ നൽകും. എല്ലാവർക്കും മാറ്റം വേണം. ഈ 5-10-15 കൊല്ലമായിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. മുമ്പോട്ട് പോകണം. ഇന്ത്യ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇവിടെ മാത്രം എന്താണ് നമ്മൾ പിന്നോട്ട് പോകുന്നത്, അതെല്ലാം എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകണം, ഒരു മാറ്റം കൊണ്ടുവരണം. ഇവിടെ വികസനം, പുരോഗതി, ഇൻവെസ്റ്റ്മെൻറ്റ്, തൊഴിൽ, അതിൻ്റെ ഒരു രാഷ്ട്രീയം വരണം. ഞാൻ കൊണ്ടുവരാനുള്ള എനിക്കൊരു താല്പര്യമുണ്ട്, അതിൻ്റെ ഒരു കഴിവുണ്ട്. എന്നിട്ട് അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എനിക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ട്. എൻ്റെ റെക്കോർഡാണ് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. ഞാൻ ചെയ്യുന്ന ഒരാളാണ്, ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇങ്ങനെ ഓരോരോ പ്രോബ്ലംസ് കാണുമ്പോൾ സങ്കടമുണ്ട്. ബട്ട് എനിക്കൊരു ഡിറ്റർമിനേഷനുണ്ട്. അതിൻ്റെ പരിഹാരം എടുക്കാൻ പോകും അതിൻ്റെ ഒരു ഡിറ്റർമിനേഷനുണ്ട്. ഭക്ഷണവും ചായകുടിയും എല്ലാം പ്രചാരണ തിരക്കിലാണ്. ഓരോ വോട്ടർമാരെയും കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ. ജനം, തിരുവനന്തപുരം.